ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് ശേഷം ബുധനാഴ്ച US വിപണികൾ വലിയ തോതിൽ തന്നെ ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് US വിപണിയിൽ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് നാസ്ഡാക്ക് 3% നേട്ടമാണ് ഉണ്ടാക്കിയത്. S&P 500 1.66% ഉയർന്നു. ഡൗ ജോൺസ് 1.19% നേട്ടവും ഉണ്ടാക്കി. AI അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നടത്തുന്ന വൻ ചെലവുകളെ കുറിച്ചുള്ള ആശങ്കകൾ കുറച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് പ്രതീക്ഷകൾ മികച്ച വരുമാന പ്രതീക്ഷകൾ നൽകിയതാണ് വിപണിക്ക് വലിയ പിന്തുണയായത്. ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ ഒരൊറ്റ ദിവസത്തിനിടെ ഏകദേശം $450 ബില്യൺ വർധനവുണ്ടായി. ഇതൊരു ചരിത്രം കൂടിയാണ്. വാൾസ്ട്രീറ്റിലെ ഒരു കമ്പനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഏകദിന വിപണി മൂല്യ വർധനവ് കൂടിയാണിത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ടെസ്ല, ആൽഫബറ്റ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്നത്. റിസൾട്ടുകൾക്ക് ശേഷം 15% ഇടിവാണ് ടെസ്ലയൊക്കെ ഉണ്ടാക്കിയത്. അനുബന്ധ ഓഹരികളിൽ ചിപ്പ് കമ്പനികളിലും വിൽപ്പന സമ്മർദ്ദം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് AI മേഖലയ്ക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ഇനി ഇന്നലെ ആമസോൺ ഏകദേശം 3.9% നേട്ടമാണ് ഉണ്ടാക്കിയത്. ആപ്പിൾ 1.4% ഇടിഞ്ഞു. യുഎസിൽ നിന്നും വരുന്ന മറ്റൊരു വാർത്തയുള്ളത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഗാസയിലെ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായി നിരായുധരാക്കാനുള്ള ചരിത്രപരമായ ധാരണ കൈവരിച്ചതായി പ്രഖ്യാപിച്ചു. ഇത് ഗാസയിൽ ദീർഘകാല സമാധാനത്തിനും സുരക്ഷയ്ക്കും വഴിയൊരുക്കാനുള്ള നിർണായകമായ ചുവടുവയ്പ്പാണെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹമാസ് ഈ ധാരണ സ്ഥിരീകരിച്ചിട്ടില്ല. ക്രൂഡ് ഓയിൽ പ്രൈസുകളിലേക്ക് വരാം. ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും ഇറാനും അതിന്റെ സഖ്യകക്ഷികളും നടത്തുന്ന കപ്പൽ ആക്രമണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഓയിൽ പ്രൈസുകൾ, പ്രത്യേകിച്ച് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ്, ഇപ്പോഴും $90 അരികെയായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇന്നലെ ഇൻഫോസിസ് 5% ഇടിവാണ് ADRൽ ഉണ്ടാക്കിയത്. വിപ്രോ 1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.5% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.42% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.6% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ ആമസോണിൻ്റെയും മികച്ച ത്രൈമാസ ഫലങ്ങൾ AI അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊറിയൻ മാർക്കറ്റിൽ SK ഹൈനിക്സ് ഓഹരി ഏകദേശം 25% ഉയർന്നിട്ടുണ്ട്. സാംസങ് ഇലക്ട്രോണിക്സ് 20% നേട്ടത്തിലും LG ഇന്നോടെക് 11.2% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ കോസ്പി മാർക്കറ്റ് ഇപ്പോൾ 16% മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുന്നതിലും വലിയ നേട്ടത്തിലാണ് ഇപ്പോൾ ഈ ഇൻഡെക്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 5% മുകളിലുള്ള നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,449 എന്ന നിലയിലാണ്. അതായത് 85 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് സമയം. ഇനിയിപ്പോൾ ഇന്ന് ട്രേഡിംഗ് നടത്തുന്ന കോസ്പി മാർക്കറ്റിൻ്റെ കാര്യവും കൂടാതെ ജപ്പാൻ മാർക്കറ്റ് നിക്കിയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു AI ബൂമാണ് ഇപ്പോൾ ആ ഇൻഡെക്സുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയധികം വലിയൊരു നേട്ടം നമുക്ക് അവിടെ കാണാനും കഴിയുന്നത്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ലോകത്തിലെ പ്രമുഖ ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള ക്രിസ്റ്റഫർ വുഡ് ഇന്ത്യയിലെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ പ്രവണത ഇപ്പോൾ എത്തരത്തിലാണ് എന്നതിനെക്കുറിച്ചും ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഭാവി എത്തരത്തിലായിരിക്കും എന്നൊക്കെ മണി കൺട്രോളിന് കൊടുത്ത ഒരു അഭിമുഖത്തിലായി അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദേശ നിക്ഷേപകർ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ മാസത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ആഭ്യന്തര സാഹചര്യം ഒന്നുമല്ല, ആഗോള AI നിക്ഷേപ ബൂമാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഇനി ആമസോൺ, ആൽഫബറ്റ്, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ടെക് ഭീമന്മാർ സെമി കണ്ടക്ടർ മേഖലകളിലേക്ക് വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനിടെ തായ്വാൻ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള വിപണികളിലെ ഓഹരികൾ കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നും പണം പിൻവലിച്ച് ആ വിപണികളിലേക്ക് അവരുടെ പണം മാറ്റുകയാണ് ഉണ്ടായത്. ഇനി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സെമി കണ്ടക്ടർ ഓഹരികളിൽ ഒരു കറക്ഷൻ സംഭവിച്ചതോടെ FPIs വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നതാണ് കണ്ടത്. ജൂലൈ മാസത്തിലെ FIDA ആക്ടിവിറ്റി നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം 6056 കോടി രൂപയുടെ സെല്ലിംഗ് മാത്രമാണ് FIIs ജൂലൈ മാസത്തിൽ നടത്തിയിരിക്കുന്നത്.
കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഒരു സെല്ലിംഗ് കൂടിയാണ് FISന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ FISന്റെ ഒരു തിരിച്ചുവരവ് ദീർഘകാലം തുടരുമോ എന്നത് AI നിക്ഷേപങ്ങളുടെ ഭാവിയും അമേരിക്കൻ ടെക് കമ്പനികളുടെ മൂലധന ചെലവും ആശ്രയിച്ചിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ വിപണിയോട് ഇപ്പോഴും അനുകൂലമായ നിലപാട് തന്നെയാണ് തുടരുന്നത് എന്നാണ് ക്രിസ് വുഡ് പറയുന്നത്. കൂടാതെ സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച മിഡ് ക്യാപ്പ് ഓഹരികൾക്ക് പിന്നാലെ ഇനി ലാർജ് ക്യാപ്പ് ഓഹരികളും മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. സ്റ്റോക്കുകളിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് ക്യുക്കമേഴ്സ് കമ്പനിയായിട്ടുള്ള സെപ്റ്റോ IPO പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ കമ്പനി ആവശ്യപ്പെട്ട മൂല്യനിർണ്ണയം അതായത് വാല്യുവേഷൻ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇതോടെ നിലവിലെ നിക്ഷേപകരിൽ നിന്ന് 1000 കോടി രൂപയിലധികം പ്രീ IPO ഫണ്ട് സമാഹരിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഇന്നത്തെ കീ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരുപാട് കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്ന ഒരു ദിവസമാണ്. പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി ഇന്ത്യ, ബജാജ് ഫിൻസർവ്, ITC, സൺഫാർമ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഗെയിൽ, ശ്രീ സിമന്റ്, ബജാജ് ഹോൾഡിംഗ്സ്, ABB ഇന്ത്യ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ക്ലീൻ മാക്സ് എൻവിയോൺമെൻറ്റ് എനർജി സൊല്യൂഷൻസ്, ഡിക്സോൺ ടെക്നോളജീസ്, ഗ്ലെൻമാർക്ക് ഫാർമ, നാഷണൽ അലുമിനിയം കമ്പനി, നാരായണ ഹൃദയാലയ, അർബൻ കമ്പനി തുടങ്ങിയവയാണ്. മറ്റ് പ്രധാനപ്പെട്ട ഇവൻസുകളിൽ ഇന്ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നാണ്. യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ കോർ CPI ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡറൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഡാറ്റ ഇന്ന് പുറത്തു വരുന്നു. FX റിസർവ്സ് ഡാറ്റയും RBI മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഇന്ന് പുറത്തു വരുന്ന ഒരു ഡാറ്റകൾ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ റിസൾട്ടുകളിലേക്ക് വന്നാൽ ടാറ്റ സ്റ്റീലിൻ്റെ റിസൾട്ടാണ് ആദ്യത്തേത്. പ്രോഫിറ്റിൽ 11.6% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 2318.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.3% വർധനവ്, 60,794.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എക്സ്പൊണൻഷ്യൽ ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 345.5 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 132 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. എക്സ്പൊണൻഷ്യൽ ലോസ് ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അടുത്ത ബജാജ് ഫിനാൻസ് ആണ്. പ്രോഫിറ്റിൽ 28% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6081 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 23% വർധനവ്. അടുത്തത് സ്വിഗ്ഗി എന്ന കമ്പനിയാണ്. നെറ്റ് ലോസ് കമ്പനി നാരോ ചെയ്തിരിക്കുന്നു, കുറച്ചിരിക്കുന്നു. 791 കോടി രൂപയായിട്ടാണ് നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റവന്യൂവിൽ 37.3% വർധനവ്, 6812 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. പ്രോഫിറ്റിൽ 21.5% വർധനവ്, 549.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.1% വർധനവാണ് ഉള്ളത്. ടൊറൻറ്റ് ഫാർമയാണ് മറ്റൊരു കമ്പനി. പ്രോഫിറ്റിൽ 3.3% വർധനവ് വന്നു, 566 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 54.8% വർധനവ്, 4921 കോടി രൂപയിലാണ് കമ്പനി റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതർ എക്സ്പെൻസ് ഉയർന്നിരിക്കുകയാണ്. 1201 കോടി രൂപയായിട്ടാണ് അതർ എക്സ്പെൻസ് ഉയർന്നിരിക്കുന്നത്. അടുത്തത് പ്രൈക്കോൾ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 34.3% വർധനവ് വന്നു, 67.02 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.5% വർധനവും കമ്പനി റിപ്പോർട്ട്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.